എൻ്റെ കളിത്തോഴി. രചന അഖിൽ കൃഷ്ണ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. പാടവരമ്പിലൂടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ എന്നോട് ചേർന്നായിരുന്നു നടന്നിരുന്നത്. ആദ്യേട്ടാ, മയിൽപ്പീലി പ്രസവിക്കുമോ? മുത്തശ്ശിനോട് പറഞ്ഞിട്ടുണ്ട്, മാനം കാണാതെ പുസ്തകത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന മയിൽപ്പീലി പ്രസവിക്കുമെന്ന്. എന്താച്ചു നീ ചോദിച്ചത്? അതിന് മറുപടിയായി അവൾ എനിക്ക് നേരെ നീട്ടിയതൊരു കുഞ്ഞു പുസ്തകമാണ്. ആദ്യേട്ടാ, ഈ പുസ്തകത്തിൽ ഞാൻ മയിൽപ്പീലി വെച്ചിട്ടുണ്ട്. ഇത് ആദ്യേട്ടൻ സൂക്ഷിച്ചു വെക്കണേ. അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി പുസ്തക സഞ്ചിയിലേക്ക് വെക്കുമ്പോഴും എൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരിയുണ്ടായിരുന്നു. അവളുടെ കവിളിലെ നുണക്കുഴിയും അപ്പോൾ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. പ്രണയമെന്തെന്നറിയാത്ത സമയത്ത് 9ാം ക്ലാസ്സുകാരന് 6ാം ക്ലാസ്സുകാരിയോട് തോന്നിയൊരിഷ്ടം. അതായിരുന്നു അവൾ, അശ്വതി, എൻ്റെ അച്ഛൻ. ആദ്യേട്ടാ, എനിക്ക് ആ പൂവ് പറിച്ചു തരുമോ? ദൂരെ നിൽക്കുന്ന മന്ദാരം ചൂണ്ടി അവൾ പറഞ്ഞു. അത് പറിക്കാനായി ഞാൻ അങ്ങോട്ട് നടന്നു. ഏട്ടാ ഏട്ടാ, എഴുന്നേൽക്കുന്നില്ലേ? സമയം എത്രയായിന്നറിയോ? എൻ്റെ പെങ്ങൾ മാളുവിൻ്റെ വിളി കേട്ടാണ് ഞാൻ കണ്ണു തുറന്ന്. നാശിപ്പിച്ച്. മനുഷ്യന് മര്യാദക്കൊരു സ്വപ്നം കാണാൻ സമ്മതിക്കില്ല, കുട്ടി പിശാച്. ഞാൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ആ സ്വപ്നത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അറിയാതെ ഒരു പുഞ്ചിരി എൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു. അവൾ വാതിൽ തട്ടി വിളിക്കുന്നുണ്ട്. ഞാൻ പോയി വാതിൽ തുറന്നു. എന്താടി, എന്തിനാ നീ ഇങ്ങനെ വിളിച്ചു പോകുന്നു? എന്താ, സ്വപ്നത്തിലെ പ്രണയനായകന് ഞാൻ വിളിച്ച് ഇഷ്ടപ്പെട്ടില്ലേ? സ്വപ്നത്തിലെ പ്രണയനായകനോ? അതെ, അച്ചു ചേച്ചിയെ സ്വപ്നം കണ്ടി അടയ്ക്കുമായിരുന്നില്ലേ? ഏയ്, ഒന്ന് പോടി. അവൾ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഏട്ടാ, ആ ക്ലോക്കിലേക്ക് നോക്കിയേ. അയ്യോ, 8:30 ദൈവമേ, എനിക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ? നിനക്കെന്നെ വിളിക്കായിരുന്നില്ലേ? അതല്ലേ ഞാൻ വിളിച്ച്. ഇത്ര സമയം വരെ നീ എന്ത് നോക്കിയിരിക്കായിരുന്നു? എത്ര നേരം ഞാൻ വിളിക്കുന്നു, എഴുന്നേൽക്കണ്ടേ? എന്നാലേ എൻ്റെ മോള് പോയി ഏട്ടൻ്റെ ഡ്രസ്സൊന്ന് തേച്ച് വെച്ചേ. അയ്യടാ. എന്തേ? എന്നാൽ എനിക്ക് ഡയറി മിൽക്ക് വാങ്ങി തരേണ്ടി വരും. അത് വേണോ? വേണം. ശരി. ആ, നിങ്ങളോട് ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ആദിത്യ. എല്ലാവരും ആദ്യം എന്ന് വിളിക്കും. ദേ, ഇപ്പോൾ കണ്ടില്ലേ, അതാ എൻ്റെ പെങ്ങൾ മാളു. ശരിക്കും പേര് മാളവിക എന്നാണ് കേട്ടോ. അവൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. അമ്മ ഭാർഗവി. അച്ഛൻ 2 വർഷം മുമ്പ് മരിച്ചുപോയി. ഞാനിവിടെ അടുത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. ഇനി വർത്താനം പറയുന്നാലേ ഞാൻ വീണ്ടും വൈകും. കുളി കഴിഞ്ഞ് വസ്ത്രം മാറി ഞാൻ അടുക്കളയിലേക്ക് നടന്നു. അമ്മേ, കഴിക്കാനൊന്നും എടുത്തേ, സമയം വൈകി. നേരത്തും കാലത്ത് എഴുന്നേൽക്കാതെ സ്വപ്നം കണ്ട് കിടന്നാൽ പിന്നെ നേരെ വൈകാണ്ടിരിക്കുമോ? ഞാൻ മാളുവിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. അവളെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അമ്മ തന്ന ഭക്ഷണം കഴിച്ച് കൈയും കഴുകി ഞാൻ ഇറങ്ങി. ബൈക്കിൽ കയറി ഹെൽമെറ്റ് വെക്കുമ്പോൾ മാളു എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഏട്ടാ, ഡയറി മിൽക്ക് മറക്കണ്ട കേട്ടോ. ഞാൻ വാങ്ങിക്കോളാം. പിന്നെ ഏട്ടനൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അത് വൈകിട്ട് ഡയറി മിൽക്ക് വാങ്ങി വരുമ്പോൾ പറയാം. ഇപ്പം മോൻ പോകാൻ നോക്ക്. ബൈക്കിൽ ഓഫീസിലേക്ക് പോകുമ്പോഴും അവൾ പറഞ്ഞ സർപ്രൈസിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വൈകുന്നേരം ബൈക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിയപ്പോൾ തന്നെ മാളു എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. മാളു, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അതൊക്കെ ഞാൻ പഠിച്ചോളാം. ആദ്യം ഞാൻ പറഞ്ഞയച്ച സാധനം എനിക്ക് താ. നീ പറഞ്ഞയച്ചോ? എന്ത് സാധനം? നീ ഇതെന്തൊക്കെയാ പറയുന്നത്? ഒന്നുമില്ല. അവള് മുഖം വീർപ്പിച്ച് അകത്തേക്ക് പോയി. മാളൂട്ടി, ഏട്ടൻ്റെ മോളെ നോക്കി. വാങ്ങിയ ഡയറി മിൽക്ക് അവളുടെ മുമ്പിലേക്ക് നീട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, കൊണ്ടുപോയി അച്ചു ചേച്ചി കൊടുക്ക്. ശരി, ഞാൻ അവൾക്ക് കൊടുത്തോളാം. അയ്യടാ എന്ന് പറഞ്ഞ് ഓടി വന്നവൾ അതും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി. അപ്പോഴേക്ക് അമ്മ അങ്ങോട്ട് വന്നു. കെട്ടിക്കാറായി. എന്നിട്ട് രണ്ടിനെയും കുട്ടിക്കളി മാറിയിട്ടില്ല. എടാ ആദി, നീ എപ്പോഴാ വന്ന്? ഇപ്പോൾ വന്നേ ഉള്ളൂ. നീ കുളിച്ചു വാ, അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാളു പറഞ്ഞ സർപ്രൈസിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്ന്. മാളു, നീ രാവിലെ എന്നോടൊരു സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അതെന്താ? എന്ത് സർപ്രൈസ്? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ അവളെ ദേഷ്യത്തോടെ നോക്കി. ഭക്ഷണം കഴിച്ച് കൈ കഴുകുമ്പോൾ മാളു എൻ്റെ അടുത്തേക്ക് വന്നു. ഏട്ടാ. എന്താടി? അതെ. നീ പറയുന്നുണ്ടോ? ഏട്ടൻ കാണാൻ കൊതിച്ചിരിക്കുന്ന ആൾ വരുന്നുണ്ടെന്ന്. ഞാൻ കാണാൻ കൊതിച്ചിരിക്കുന്നോ? ആര്? അച്ചുവോ? അത് തന്നെ. എപ്പോ? അതൊക്കെ പതി അറിഞ്ഞാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പോയി. അപ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വന്നു. ആദി. എന്താ അമ്മേ? നമ്മുടെ മുകുന്ദനും കുടുംബം ഇങ്ങോട്ട് താമസം മാറുകയാണെന്ന്. അച്ചുവിൻ്റെ അച്ഛനാണ് മുകുന്ദൻ. അവരെപ്പോഴും ഇങ്ങോട്ട് വരുന്നത്? ചിലപ്പോൾ നാളെ തന്നെ എത്തും. ഇന്ന് ആരൊക്കെ വന്ന് അവരുടെ വീടും പറമ്പ് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അച്ചുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ പഴയ 6ാം ക്ലാസ്സുകാരിയുടെ മുഖമാണ് മനസ്സിൽ തെളിയുന്നത്. അവളുടെ ആദ്യേട്ട എന്ന വിളിയും മനസ്സിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ ഓർമ്മകൾ എനിക്കിന്നും മധുരമുള്ളതാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലായിരുന്നു അച്ചുവിൻ്റെ അച്ഛൻ മുകുന്ദേട്ടന് ജോലി.
ഞങ്ങളുടെ കുടുംബം അവരുടെ കുടുംബവും നല്ല സൗഹൃദത്തിലായിരുന്നു. അതിനാൽ ഞാനും അച്ഛൻ ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരുന്നു. കാവിൽ മഞ്ചാടി പെറുക്കാൻ പോകാനായാലും എവിടെയായാലും അവൾ എൻ്റെ പുറകെ ഉണ്ടാവും. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മുകുന്ദേട്ടന് സ്ഥലം മാറ്റം കിട്ടുന്നത്. അവൾ പോകുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു, ഒപ്പം അവളുടെയും. അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് അവൾ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായത്. കാലം കഴിഞ്ഞു പോകുമ്പോഴും എനിക്ക് അവളോട് ഇഷ്ടം കൂടി വരികയാണ്. ഇപ്പോൾ അവളെ കാണാൻ എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. അല്ലെങ്കിലും ഈ പ്രണയത്തിന് സൗന്ദര്യമോ കാലമോ ഒന്നൊരു പ്രശ്നമായി വരില്ല എന്നതാണ് സത്യം. പതിയെ അവൾ തന്ന പുസ്തകം ഞാൻ തുറന്നു നോക്കി. അന്നതിൽ അവൾ തന്ന മയിൽപ്പീരി എന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അതും നെഞ്ചോട് ചേർത്ത് ഞാൻ കിടന്നു. അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് രാവിലെ വാതിൽ ശക്തമായി തട്ടുന്ന കേട്ടിട്ടാണ് ഞാൻ കണ്ണു തുറന്ന്. ഇവൾക്ക് ഇതെന്തിൻ്റെ കേടാ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാതിൽ തുറന്നു. എന്നൊന്നും സുഖമായിട്ട് ഉറങ്ങാനും സമ്മതിക്കില്ലേ മാളുതി. എന്നാ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഒരു സന്തോഷ വാർത്ത പറയാമെന്ന് എനിക്കിത് കിട്ടണം. എന്ത് സന്തോഷ വാർത്ത? ഇപ്പൊ പറയാൻ എനിക്ക് സൗകര്യമില്ല. എൻ്റെ മാളൂട്ടിയല്ലേ, പറയടി. സോപ്പിട്ടൊന്നും വേണ്ട, ഏട്ടൻ്റെ സ്വപ്നത്തിലെ നായിക വന്നിട്ടുണ്ട്. സത്യമാണോ? അല്ല കള്ളം, വേണമെങ്കിൽ പോയി നോക്ക്. അത്രയും പറഞ്ഞവൾ പോയി. ഉള്ളിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും നെഞ്ചു വല്ലാതെ മിടിക്കുന്നുണ്ട്. പതിയെ ഞാൻ വീടിൻ്റെ ഇറയത്തേക്ക് ഇറങ്ങി. എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലാണ് അവിടെ വീട്. അമ്മയും ആളും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അച്ഛന് അവിടെയൊന്നും കാണാനേ കഴിഞ്ഞില്ല. എൻ്റെ ചെരിഞ്ഞു മറിഞ്ഞുമുള്ള നോട്ടം കണ്ടിട്ട് മാളു എന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ആദി, നീ എഴുന്നേറ്റോ? ആ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ സഹായിക്കടാ, അമ്മ എന്നെ നോക്കി പറഞ്ഞു. ഞാൻ വണ്ടിയിലുണ്ടായിരുന്ന സാധനങ്ങൾ ഓരോന്നായി ഇറക്കി വെക്കാൻ തുടങ്ങി. ആദി, നിനക്ക് ഞങ്ങളെയൊക്കെ മനസ്സിലായോ? പിന്നില്ലാതെ, മുകുന്ദേട്ടനെയും സുമതി ചേച്ചി ഞാനങ്ങനെ മറക്കുമോ? എടാ, നീ വലിയ ചെക്കനായി പോയല്ലോ. ഞാനൊന്ന് പുഞ്ചിരിച്ചു. അവളിതേ അകത്തുണ്ട്. അച്ചു, നീ പുറത്തേക്കൊന്ന് വന്നേ. മുകുന്ദേട്ടൻ വീടിൻ്റെ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് അച്ചു അങ്ങോട്ട് വന്ന്. കാണാൻ സുന്ദരിയായിരുന്നവൾ. അവളുടെ വെള്ളാരം കണ്ണുകൾക്ക് ആകർഷണീയത കൂടിയിട്ടേയുള്ളൂ. കവിളിലെ നുണക്കുഴി തെളിഞ്ഞു കാണാം. അവൾ എൻ്റെ അരിയിലേക്ക് നടന്നെടുക്കും തോറും ഹൃദയമിടിപ്പ് വേഗത്തിലായി. ഞാൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്നാൽ അവളത് കണ്ടതായി പോലും ഭാവിച്ചില്ല. അവൾ എന്നെയും മറികടന്ന് മുകുന്ദേട്ടൻ്റെ അരികിലായി ചെന്ന് നിന്നു. അച്ചു, ഇവരെയൊക്കെ നിനക്ക് മനസ്സിലായോ? മനസ്സിലായി എന്ന രീതിയിൽ അവൾ തലയാട്ടി. അപ്പോഴവൾ എന്നെ നോക്കുക പോലും ചെയ്തില്ല. നെഞ്ചിലൊരു വല്ലാത്ത നീറ്റിലായിരുന്നു അപ്പോൾ. അധിക നേരം അവിടെ എങ്ങനെ നിൽക്കാൻ കഴിയില്ലെന്നറിയാവുന്നതുകൊണ്ട് ജോലിക്ക് പോകാൻ സമയമായി എന്നും പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു. മുറിയിലെ കട്ടിലിൽ കണ്ണടച്ച് കിടക്കുമ്പോഴാണ് മാളു അങ്ങോട്ട് വന്ന്. ഏട്ടാ, എന്താ കിടക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഒരു സുഖമല്ല. എനിക്കറിയാം ഈ അസുഖത്തിൻ്റെ കാരണം. എന്നാലും അച്ചു വെച്ച് ഏട്ടനൊന്നും നോക്കുക പോലും ചെയ്തില്ലല്ലോ. ഏയ് അത് സാരമില്ല, അവൾക്ക് പരിചയക്കുറവുണ്ടാവും, അതായിരിക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല ഏട്ടാ. എന്നോട് അമ്മയോടൊക്കെ അവൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അതൊക്കെ നിനക്ക് തോന്നുന്നതാ. നീ കോളേജിൽ പോകാൻ നോക്ക്, ഞാനും റെഡി ആവട്ടെ. കുളിച്ച് ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോഴും അമ്മ അവളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് നല്ല കുട്ടിയാടാ അവള്, നല്ല പെരുമാറ്റ, കാണാനും ഇടിക്കുകയല്ലേ. ഞാനൊന്ന് മൂളുക മാത്രം ചെയ്തു. ഭക്ഷണം കഴിച്ച് ബൈക്കിൽ കയറി ഹെൽമെറ്റ് വെക്കുമ്പോൾ അവൾ ഇറയത്തിരുന്ന് എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുന്നത് മനസ്സിലായതും അവൾ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവളുടെ വീടിൻ്റെ അരികിലെ വഴിയിലൂടെ പോകുമ്പോൾ ജനലിലൂടെ ആ വെള്ളാരം കണ്ണുകൾ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനത് കാണാത്ത പോലെ ബൈക്ക് ഓടിച്ച് പോകുമ്പോഴും ഇവളെന്തിനാ എന്നോടിങ്ങനെ പെരുമാറുന്നതെന്ന ചോദ്യമായിരുന്നു മനസ്സ് നിറയെ. ദിവസങ്ങൾ വേഗത്തിൽ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. അച്ചു എല്ലാവരുമായി അടുത്തിടപഴകുന്നുണ്ടെങ്കിലും എന്നോടൊന്നും ചിരിച്ചിട്ട് പോലുമില്ല. ഒരു ദിവസം രാവിലെ ഇറയത്ത് പേപ്പർ വായിച്ചിരിക്കുമ്പോഴാണ് മുകുന്ദേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നത്. ആദി, മാളു എവിടെ? അവളേതോ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയല്ലോ. അയ്യോ, അച്ചുവിൻ്റെ കൂടെ അമ്പലത്തിൽ പോവാനാ. അവൾക്ക് ഇവിടെ വഴിയൊന്നും വലിയ പിടിയില്ലല്ലോ. അപ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വന്നു. എന്താ മുകുന്ദ? ഞാൻ മാളുവിനെ തിരക്കി വന്ന അച്ചുവിൻ്റെ ഒപ്പം ഒന്ന് അമ്പലത്തിൽ പോകാൻ പറയാനേ. ഇന്ന് അച്ചുവിൻ്റെ പിറന്നാളാ. മാളു വിടലല്ലോ. സാരമില്ല, അവൾ ഇവ അമ്പലത്തിൽ കൊണ്ടുപോയിക്കോളൂ. ഞാനോ? ആ, നീ തന്നെ. വേഗം കുളിച്ച് അവളെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോകാൻ നോക്ക്. മുകുന്ദ, നീ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്. ശരി, ഞാനിപ്പോൾ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അത്രയും പറഞ്ഞ് മുകുന്ദേട്ടൻ തിരിച്ചു പോയി. അമ്മേ, ഞാൻ തന്നെ പോകണം. എന്താണ് നിനക്ക് പോയാൽ? അവൾ വന്നിട്ട് എന്നോടൊന്നും മിണ്ടിയിട്ടുകൂടിയില്ല. അതെങ്ങനെയാ? അവളെ കാണുമ്പോൾ നീ മാനത്തോട് നോക്കിയില്ലേ നടപ്പ്. നിനക്ക് അവളോട് അങ്ങോട്ട് മിണ്ടായിരുന്നില്ലേ? ഞാനൊന്നും പറയുന്നില്ല. അതാ നല്ലത്. എൻ്റെ മോൻ വേഗം പോയി കുളിക്കാൻ നോക്ക്. അത്രയും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി. അമ്മ പറഞ്ഞു കേട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ മുമ്പിലിട്ട് അമ്മേനെ തല്ലും. അവളുടെ കൂടെ പോകുന്ന ആലോചിക്കുമ്പോൾ എന്തോ ഒരു നെഞ്ചിടിപ്പ്.
കുളിച്ച് വസ്ത്രം മാറി പുറത്തേക്ക് വരുമ്പോൾ അച്ചു മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സെറ്റ് സാരി എടുത്ത് നിൽക്കുന്ന അവളെ കണ്ണിമ വെട്ടാതെ ഞാൻ നോക്കി നിന്നു. എടാ ആദി, നീ ഇത് എന്ത് നോക്കിക്കുക? ഏയ് ഒന്നുമില്ലമ്മേ. എന്നാ വേഗം അവളെയും കൊണ്ട് അമ്പലത്തേക്ക് പോകാൻ നോക്ക്. ഇപ്പൊ തന്നെ നേരം വൈകി. ഞാൻ ബൈക്കിൽ കയറിയിരുന്നു. തൊട്ടുപുറകിൽ അച്ചു. എടാ മോളെ സൂക്ഷിച്ചു കൊണ്ടുപോണേ. ആ ശരി. ബൈക്ക് മുന്നോട്ട് പോകുമ്പോഴും എൻ്റെ നോട്ടം കണ്ണാടിയിലൂടെ അവളെയായിരുന്നു. എന്നാൽ ഞങ്ങൾക്കിടയിൽ മൗനം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത്. എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ഒന്നും ചോദിക്കാൻ കഴിയുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ. എന്ത്? അല്ല, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാ ചെറുപ്പത്തിൽ എന്തൊരു പാവായിരുന്നു, വളർന്നപ്പോൾ ഇത്രയും മുരടത്തിയായോ? ഞാൻ മനസ്സിലോർത്തു. അതെ, കുറച്ച് വേഗം പോവോ? ഇങ്ങനെ പോയാൽ നടക്കും. ഞാൻ ബൈക്കിൻ്റെ വേഗത കൂട്ടി. അമ്പലത്തിന് മുന്നിൽ അവളെ ഇറക്കി ഞാൻ ബൈക്ക് കുറച്ച് മാറ്റി നിർത്തി. ഞാനും അമ്പലത്തിലേക്ക് നടന്നു. അവൾ വഴിപാട് കൗണ്ടറിൽ നിന്ന് എന്തൊക്കെയോ രസീത് വാങ്ങി നടയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ശ്രീകോവിലിന് വലം വയ്ക്കുമ്പോൾ അവൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ അവൾ ഈ അമ്പലത്തിലേക്ക് വരുമ്പോൾ അവൾ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടാണ് നടന്നിരുന്നത്. എന്നാൽ ഇന്ന് ഞങ്ങൾ അപരിചിതരെ പോലെ ആയിരിക്കുന്നു. ശ്രീകോവിലിന് മുമ്പിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കണ്ണുകളിൽ നിന്നും കണ്ണീരിറ്റിട്ട് വീഴുന്നത് ഞാൻ കണ്ടു. പ്രസാദം വാങ്ങി പുറത്തിറങ്ങുമ്പോഴാണ് ഞാൻ രമ്യയെ കണ്ടത്. അമ്മയുടെ ആങ്ങള ബാലു അമ്മാവൻ്റെ മകളാണ് രമ്യ. പറഞ്ഞു വരുമ്പോൾ എൻ്റെ മുറപ്പെണ്ണ്. എന്നെ കണ്ടയുടനെ ആദ്യേട്ടാന്നും പറഞ്ഞവൾ എൻ്റെ അരികിലെത്തി. എന്താ ആദ്യേട്ടാ പെട്ടെന്ന് ഇവിടേക്ക് വരാൻ? ഞാനിടയ്ക്ക് അമ്പലത്തിൽ വരാറുണ്ടല്ലോ. ഉണ്ട്, അമ്പലത്തിലെ ഉത്സവത്തിന് മാത്രം. ഞാനൊന്ന് ചിരിച്ചു. അവളുടെ കയ്യിലെ പ്രസാദത്തിൽ നിന്ന് ചന്ദനം എടുത്തവൾ എൻ്റെ നെറ്റിയിൽ തൊട്ടു. ഞാനപ്പോൾ നോക്കിയത് അച്ചുവിനെയാണ്. അപ്പോഴവിടെ കണ്ണുകൾ ചുവന്ന് വരുന്നുണ്ടായിരുന്നു. എന്താ ആദ്യമായിട്ടൊന്നും മിണ്ടാത്ത്? ഏയ് ഒന്നുമില്ല. നിനക്കിന്ന് ക്ലാസ്സില്ലേ? ഇന്ന് ഞായറാഴ്ച. അന്ന് സാധാരണ എല്ലാ കോളേജിന് അവധിയാ. ആണോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിയില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ടൊന്നും അറിയില്ലല്ലോ. ഞാൻ ഇടം കണ്ടിട്ട് അവളെ നോക്കി. അവൾ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. പതിയെ അച്ചുവിനെ നോക്കുമ്പോൾ അവൾ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടല്ലേ? അറിയാതെ ഞാനൊന്ന് പുഞ്ചിരിച്ചു. ആദ്യേട്ടാ, ഇതാരാ? ഇത് അച്ചു, എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന മുകുന്ദൻ്റെ മകളാ. ഇരുവരും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്നാ ഞാൻ പോട്ടെ, വീട്ടിൽ കുറച്ച് പണിയുണ്ട്. ശരി ആദ്യേട്ടാ, ബൈ അച്ചു. അത്രയും പറഞ്ഞ് രമ്യ നടന്നകന്നു. തിരിച്ചു പോകാൻ ബൈക്കിൽ കയറിയപ്പോഴും അച്ചു മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. അവൾ എന്നെ മുഖമുയർത്തി നോക്കി. നീ എന്തിനാ അമ്പലത്തിൽ തൊഴുതപ്പോൾ കരഞ്ഞത്? ഏയ് ഒന്നുമില്ല. കള്ളം പറയല്ലേ. കുട്ടിക്കാലം തൊട്ടേ അറിയുന്നവരല്ലേ നമ്മൾ. എനിക്കറിയാം നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന്. എന്തായാലും പറയും, നമുക്ക് പരിഹാരം കാണാം. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അത്രയും പറഞ്ഞവൾ നടന്നകന്നു. അച്ചു, വണ്ടി കയറാൻ. ഞാൻ ബൈക്ക് റോഡിലേക്ക് ഇറക്കിയതും എവിടുന്നോ പാഞ്ഞെത്തിയ ഒരു വാഹനം എൻ്റെ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ചതും ഒരുമിച്ചായിരുന്നു. ആരുടെയോ ചുടുകണ്ണീർ മുഖത്ത് പതിച്ചപ്പോഴാണ് ഞാൻ കണ്ണുകൾ തുറന്ന്. അച്ചുവായിരുന്നത്. അവളുടെ കൈവിരലുകൾ എൻ്റെ മുടിയിഴകളെ തലോടുന്നുണ്ടായിരുന്നു. ചുറ്റും കണ്ണോടിച്ചപ്പോഴാണ് മനസ്സിലായത് താൻ ആശുപത്രിയിലാണെന്ന്. നെറ്റിയിൽ വല്ലാത്ത വേദന തോന്നുന്നുണ്ട്. ഞാൻ അച്ചുവിനെ നോക്കി. അവൾ എന്തോ ആലോചനയിലായിരുന്നു. അച്ചു. അവൾ നിറഞ്ഞ മിഴികളാലെ എന്നെ നോക്കി. ഇപ്പം എങ്ങനെയുണ്ട്? ആ, കുഴപ്പമൊന്നുമില്ല. ഇന്നലെ നമുക്ക് അറിയുന്നത് ഞാൻ കാരണമല്ലേ ആദ്യം ഈ അപകടം പറ്റിയത്. വർഷങ്ങൾക്ക് ശേഷം അവിടെ നാവിൻ തുമ്പിൽ നിന്നും ആദ്യേട്ടാന്നുള്ള വിളി കേട്ടപ്പോൾ ഉള്ളിലേക്കൊരു കുളിർക്കാറ്റ് വീശി. ഏയ്, ശ്രദ്ധിക്കാതെ വണ്ടിയെടുത്ത് പറ്റിയതല്ലേ, പിന്നെ വലിയ പരിക്കൊന്നുമില്ലല്ലോ. അവൾ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഇന്നും ആ പഴയ 9ാം ക്ലാസ്സുകാരനായി മാറുകയാണ്. എന്താ എന്ന രീതിയിൽ അവൾ എന്നെ തലയുയർത്തി നോക്കി. എന്താണോ ഇങ്ങനെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഞാൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പതിയെ ഞാൻ അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. സത്യം പറയണം, നിനക്കെന്നോട് ആ പഴയ... അപ്പോഴേക്കും വാതിൽ തുറന്ന് അമ്മയും ആളും വന്നു. അവൾ പെട്ടെന്ന് കൈ വലിച്ചെടുത്തു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അമ്മേ, ഇനിയിവിടെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് മോളെ, അത് കഴിച്ചിട്ട് പോവാം. വേണ്ടമ്മേ, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. മാളു, ഞാൻ ഇറങ്ങട്ടെ. അവൾ എന്നെ നോക്കി പോട്ടെ എന്ന രീതിയിൽ തലയാട്ടി. ഞാൻ അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. അപ്പോൾ ആ വെള്ളാരം കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. മാളു അവിടെ പുറകെ പോകുന്നുണ്ടായിരുന്നു. എടാ, എന്താ പറ്റിയത്? ഒന്നുമില്ലമ്മേ, പെട്ടെന്ന് വണ്ടി വരുന്ന ശ്രദ്ധിക്കാൻ റോഡിലേക്ക് ബൈക്ക് ഇറക്കാൻ പറ്റിയതാ. ആ വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടി. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ബൈക്ക് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്.
ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മേ, ഉറപ്പ്. അമ്മയൊന്ന് അമർത്തി മൂളി. ഏതോ മരുന്ന് വാങ്ങാൻ അമ്മ പുറത്തു പോയപ്പോഴാണ് മാളു അങ്ങോട്ട് കയറി വന്ന്, ഏട്ടാ എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ലടി. എന്താ മോനെ മുഖത്തൊരു സന്തോഷം? എന്ത് സന്തോഷം? എന്തോ വല്ലാത്തൊരു സന്തോഷം. പിന്നെ വണ്ടി അടിച്ച് ആശുപത്രി എടുക്കുമ്പോഴല്ലേ ഞാൻ സന്തോഷിക്കേണ്ടത്. വിഷയൊന്നും മാറ്റണ്ട, ഞാനെല്ലാം കാണുന്നുണ്ട്. നീ എന്ത് കണ്ടുവന്നാ? ഇവിടെ ഒരാൾ എന്തൊക്കെയാ ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്തൊരാൾ ഞാൻ ചോദിച്ചിനല്ല, ഒരു പുഞ്ചിരിയും തന്ന ഒറ്റ പോക്ക്. ഞാൻ അവളെ ഇടം കണ്ടിട്ട് നോക്കി. അവൾ എന്നെ തന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്താടി, എന്തിനാ നീ ഇങ്ങനെ ചിരിക്കുന്നത്? ചുമ്മാ ചിരിച്ചാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. എന്ത് ചോദ്യം? എന്താ ഇത്ര സന്തോഷമെന്ന്? അതോ, അത് എനിക്കൊരു ലോട്ടറി അടിച്ചു. ഏത് ലോട്ടറി? കാരുണ്യ. ഇത് കാരുണ്യെന്നല്ല, ഓണം ബമ്പറാണെന്നാ തോന്നുന്നത്. ഇവളല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഞാൻ എന്ത് കാണിച്ചാലും അത് കൈയോടെ പിടിക്കും. എൻ്റെ ഏട്ടാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാതെ അച്ചുവേച്ചിയുടെ ഇഷ്ടം തുറന്നു പറയാൻ നോക്ക്. ഞാൻ അവളെ സൂക്ഷിച്ച് നോക്കി. എന്തിനാ നോക്കി പേടിപ്പിക്കുന്നത്? പോയിരുന്ന് പഠിക്കടി. ഇത് ആശുപത്രിയാ. എന്നാ വീട്ടിൽ പോയിരുന്ന് പഠിക്ക്. അവള് സഹായിക്കാൻ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ എല്ലാ ഏട്ടന്മാരും ഇങ്ങനെയാ. മാളു നീ പോകുന്നുണ്ടോ? പോടാ ദുഷ്ടം. അച്ചുവെച്ച് നിന്നെ തേച്ച് ഒട്ടിക്കും. നീ നോയിക്കോടാ ഏട്ടാ. ഡേ കുട്ടി പിശാചേ. അപ്പോഴേക്ക് അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഓടിയിരുന്നു. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തി. അച്ചു വീട്ടിലെപ്പോഴും വരുമെങ്കിലും അവൾ അടുത്തെത്തുമ്പോൾ എൻ്റെ നെഞ്ചിരി പേറും. പിന്നെ പറയാനുള്ളതൊന്നും പുറത്തേക്ക് വരില്ല. എന്നാലും ഞങ്ങളുടെ കണ്ണുകൾ എപ്പോഴും കൂട്ടിമുട്ടാറുണ്ട്. എൻ്റെയും അച്ചുവിൻ്റെയും പുറകെ എപ്പോഴും ആളും ഉണ്ടാവും. ഒരു ദിവസം കുളിച്ച് മുടി ചെയ്യുമ്പോൾ ആരോ വാതിൽ തുറന്ന് എൻ്റെ മുറിയുടെ അകത്ത് കയറി. അച്ചുവായിരുന്നത്. ഞാൻ പെട്ടെന്ന് കർട്ടൻ്റെ പിന്നിൽ ഒളിച്ചു. ഞാൻ എൻ്റെ മേശയുടെ മുകളിൽ വരച്ചു വെച്ച അവളുടെ ചിത്രങ്ങളെടുത്ത് നോക്കിയായിരുന്നു അവൾ. ഞാൻ പതിയെ വാതിലകത്ത് നിന്ന് അടച്ചു. ആ ശബ്ദം കേട്ടവൾ തിരിഞ്ഞതും തൊട്ട് മുമ്പിൽ ഞാൻ. എന്തിനാ നീ എൻ്റെ മുറി കയറിയത്? അത് വെറുതെ മാളുവിനെ അന്വേഷിച്ച് വന്നതാ. മാളു എങ്ങനെയാ എൻ്റെ മുറിയിലുണ്ടാവുക? ഞാൻ മുമ്പോട്ട് ഓരോ ചൂട് വെക്കും തോറും അവൾ പുറകോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ചുമരിൽ തട്ടി നിന്നു. ഞാൻ എൻ്റെ കൈകൾ അവളുടെ ഇരുവശത്തേക്കും വെച്ചു. അപ്പോഴും ആ വെള്ളാരം കണ്ണുകൾ എന്നെ തന്നെ ഉറ്റു നോക്കുന്നുണ്ടായിരുന്നു. നീ എന്താ എന്നോട് മര്യാദക്കൊന്ന് സംസാരിക്കുക പോലും ചെയ്യാത്ത? നിനക്കെന്നെ ഒട്ടും ഇഷ്ടമല്ലേ? അപ്പോഴേക്ക് അവൾ എൻ്റെ വായ പൊത്തിയിരുന്നു. എനിക്ക് അപ്പോഴേക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളെ പിടിച്ചെന്നെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിയപ്പോൾ ആ കൈകൾ എന്നെ വലിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആരോ വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടത്. ആ ശബ്ദം കേട്ടതും അച്ചു എന്നിൽ നിന്ന് നടന്നു മാറി. ആദി വാതിലോർക്കടാ. അമ്മയുടെ ശബ്ദം കേട്ടോ ഞാൻ ഞെട്ടിപ്പോയി. അച്ചു നീ എവിടെയെങ്കിലും പോയെന്ന് ഒളിക്ക്. ഒളിക്കാനോ? എവിടെ? ഈശ്വര, ഏതു നേരത്താണോ വാതിൽ കുറ്റിയിടാൻ തോന്നിയത്? ഞാൻ മനസ്സിൽ പിറുവിറുത്തു. എടാ വാതിലോർക്കാൻ. അമ്മ വീണ്ടും വാതിൽ തട്ടി വിളിക്കുന്നുണ്ട്. ഞാൻ അച്ചുവിനെ അലമാരയുടെ പുറകിൽ ഒളിപ്പിച്ചു. എന്നിട്ട് പോയി വാതിൽ തുറന്നു. എന്താ അമ്മേ? എന്തിനാടാ ഈ വാതിലടച്ചിട്ടിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാൻ കുളിയിട്ട് ഡ്രസ്സ് മാറ്റുമായിരുന്നു. അപ്പോഴേക്ക് അമ്മ റൂമിൻ്റെ അകത്ത് കയറി. എന്താടാ നീ നിന്ന് പരിങ്ങുന്ന്? ഏയ് വെറുതെ അമ്മക്ക് തോന്നിയതാ. അമ്മ എന്നെ സൂക്ഷിച്ച് നോക്കി. എന്താ അമ്മേനെ ഇങ്ങനെ നോക്കുന്നു? എവിടെയാടാ അവള്? ആര്? ഒരടി വെച്ച് തന്നാലുണ്ടല്ലോ, മര്യാദ കഴിവ് വിളിക്കുന്നത് എനിക്ക് നല്ലത്. ഞാൻ അവളെ വിളിക്കാൻ തിരിഞ്ഞതും അവൾ അലമാരയുടെ പുറകിൽ നിന്ന് മുമ്പോട്ട് വന്നു. അമ്മ എന്നെ ദേഷ്യത്തിലും നോക്കി. ഞാനൊരു ചമ്മിയെ ചിരിയിരിച്ചു. എന്തായിരുന്നു രണ്ടും കൂടി ഇവിടെ പരിപാടി? ഞാൻ അച്ചുവിനെ നോക്കി. അവൾ തലതാഴ്ത്തി നിൽക്കുകയായിരുന്നു. മോളെ നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട്. അച്ചു എന്നെ നോക്കിയതിന് ശേഷം മുറിക്ക് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും അവളും അങ്ങോട്ട് വന്നു. അവൾ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. എടി കുട്ടി പിശാചേ, നീയാണല്ലേ ഇതൊക്കെ ചെയ്ത്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ച് കാണിച്ചു. രണ്ടിനെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. എന്നെ രൂക്ഷമായി നോക്കിയിട്ട് അമ്മ പുറത്തേക്ക് പോയി. അപ്പോഴേക്ക് ഞാൻ പോയി മാളുവിൻ്റെ കയ്യിൽ പിടിച്ചു. എടി ദുഷ്ടേ, നീയാണല്ലേ ഇതൊക്കെ അമ്മയെ അറിയിച്ച്? എടാ പൊട്ടനേട്ടാ, അമ്മ എന്താ പറഞ്ഞേ? നിങ്ങളെ ശരിയാക്കി തരാന്ന്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കല്യാണം നടത്തി തരാന്ന്. ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം ശരിയാക്കി തന്നിട്ട് ഞാനിപ്പോൾ ദുഷ്ട അല്ലേ? ഞാൻ അവിടെ കയ്യിൽ നിന്ന് പിടിവിട്ടു. എടാ പൊട്ട, ഞാൻ ചുമ്മാ പറഞ്ഞടാ, നീ പോടാ ഏട്ടാ. എടി കുട്ടിപ്പിശാചേ. അവൾ ഓടിയതും ഞാൻ അവിടെ പുറകെ ഓടി. എന്നാൽ ഞാൻ എത്തിപ്പെട്ടത് മുകുന്ദേട്ടൻ്റെ മുമ്പിലായിരുന്നു. മുകുന്ദേട്ടൻ്റെ അടുത്ത് അമ്മയും ഉണ്ടായിരുന്നു. ഇരുവരുടെയും മുഖത്ത് നല്ല ഗൗരവമുണ്ടായിരുന്നു. ആദി, നാളെ നീ വീട് വരെ ഒന്ന് വരണം. എന്താ മുന്നേറ്റ കാര്യം? അതൊക്കെ നീ വന്നു കഴിയുമ്പോൾ പറയാം.
എന്ന് ഞാൻ ഇറങ്ങട്ടെ. അത്രയും പറഞ്ഞ് മുകുന്ദേട്ടൻ പോയി. അന്നത്തെ ദിവസം മുകുന്ദേട്ടൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ. എടാ, അമ്മയുടെ വിളി കേട്ടാണ് ഞാൻ കണ്ണു തുറന്ന്. നീ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വാ. നാളെ പോയാൽ പോരെ അമ്മേ? വേണ്ട, പോയി കുളിച്ചിട്ട് അമ്പലത്തിൽ പോടാ. അമ്മ പറഞ്ഞ പോലെ ഞാൻ അമ്പലത്തിലേക്ക് പോയി. വഴിപാടുകൾ കഴിപ്പിച്ച് തൊഴി നിൽക്കുമ്പോഴാണ് ആരോ എൻ്റെ തോളിൽ തട്ടിയത്. ഞാൻ തിരിഞ്ഞു നോക്കി. അച്ചുവായിരുന്നത്. നീ എപ്പോഴടി വന്ന്? കുറച്ചു നേരമായി. എന്താ പതിവില്ലാതെ അമ്പലത്തിലേക്ക് വന്ന്? കുറച്ച് വഴിപാടുണ്ടായിരുന്നു. അല്ല, എന്തിനാ മൂന്നിട്ട് എന്നോട് നിന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ്? എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അവളെ നോക്കി ചിരിച്ചു. എന്താ ചിരിക്കുന്നത്? എന്താണാവ്? നിന്നെ കാണാൻ ഇന്ന് ഒരു പ്രത്യേക ഭംഗിയാ. അവളൊന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും ഞങ്ങൾ വണ്ടിയുടെ അടുത്തെത്തിയിരുന്നു. പെട്ടെന്ന് അവൾ എൻ്റെ അരികിലേക്ക് വന്ന് നെറ്റിയിൽ ചന്ദനം തൊട്ട് തന്നു. അപ്പോഴും എൻ്റെ കണ്ണുകൾ ആ വെള്ളാരം കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു. അതെ, ഇങ്ങനെ നോക്കിക്കാതെ വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഞാൻ പോവാട്ടോ. എവിടെ പോവാ? വന്ന് വണ്ടി കയറി. ഞാനില്ല, ആരെങ്കിലും കാണും. ആര് കണ്ടാലും തടി പെണ്ണേ, നീ വന്ന് കയറാൻ നോക്ക്. അവളെൻ്റെ പുറകിലായി വന്നിരുന്നു. ബൈക്ക് ഓടിക്കുമ്പോഴും ഞാൻ അവളെ ശ്രദ്ധിക്കുകയായിരുന്നു. അവളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ഇന്നോവ ഞങ്ങളെ ഫോളോ ചെയ്യുന്നതായി ഞാൻ കണ്ടത്. പെട്ടെന്ന് ആ വാഹനം ഹോൺ അടിച്ചുകൊണ്ട് ഞങ്ങൾക്കരികിലൂടെ പാഞ്ഞുപോയി. അപ്പോൾ അച്ചുവിൻ്റെ മുഖത്ത് ഭയം നിഴലിക്കുന്ന ഞാൻ കണ്ടു. ആ വണ്ടി ഒന്നുകൂടി നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. അന്ന് എന്നെ ഇടിച്ചു തെറിപ്പിച്ചതും ഇതേ വാഹനം തന്നെയായിരുന്നു. അപ്പോൾ അച്ചുവിന് ഈ വാഹനം ഓടിച്ചയാൾ അറിയോ? എന്തിനായിരിക്കും അവൾ ഇത്രമാത്രം ഭയപ്പെടുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ ഉയർന്നു വന്നു. എല്ലാത്തിനും ഉത്തരം കണ്ടെത്തണം. അത് അച്ചുവിനോട് ചോദിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാൻ ബൈക്ക് റോഡരിയിലേക്ക് ചേർത്ത് നിർത്തി. എന്താ ആദ്യമായിട്ട് ഇവിടെ നിർത്തിയത്? അതൊക്കെ പറയാം, ആദ്യം നീ ഇറങ്ങ്. അവൾ ബൈക്കിൽ നിന്നിറങ്ങി, കൂടെ ഞാനും. നീ വാ. ഞാൻ അവളെയും കൂട്ടി പതിയെ ഒരു മരച്ചുവട്ടിലേക്ക് നടന്നു. എന്താ ആദ്യേട്ടാ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്ത് കാര്യം? നീ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ? ഏയ് ഇല്ല. അവൾ എവിടെയാ നോക്കി ഉത്തരം പറഞ്ഞു. അച്ചു, നീ മുഖത്ത് നോക്കി സംസാരിക്കുക. എന്താ നീ എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നത്? എന്ത് ഒളിപ്പിക്കാനാ? ആദ്യം വെറുതെ തോന്നുന്നതാവും. അല്ല, കുറച്ചു മുമ്പേ ആ ഇന്നോവ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയപ്പോൾ നീ എന്തിനാ പേടിച്ച്? ആ വാഹനം തന്നെയല്ലേ അന്ന് തന്നെ ഇടിച്ച്? അവൾ തലതാഴ്ത്തി നിന്നു. നിന്നോട് ഞാൻ ചോദിച്ചത്, നിനക്ക് അറിഞ്ഞൂടെ ആരാ വണ്ടി ഓടിച്ചെന്ന്? നീയും അയാളും തമ്മിൽ എന്താ ബന്ധം? അത് പറയ്, ആരായാള്? അത് ജോണാ. ജോണോ? ഏത് ജോൺ? എൻ്റെ കൂട്ടുകാരി ജീനയുടെ ഏട്ടൻ. അവനും നീയും തമ്മിൽ എന്താ ബന്ധം? അത് പറയടി. എൻ്റെ ശബ്ദം കുറച്ച് കടുത്തതായിരുന്നു. ആദ്യമായിട്ട് അയാള്. അപ്പോഴേക്കും അവിടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നീ ഇന്ന് കരയാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പറ. ഞാനും ജീനയും +2 വരെ ഒരുമിച്ച് പഠിച്ചവരാ. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു അവൾ. ഞാൻ അവിടെ അപ്പം പലതവണ അവിടെ വീട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ ഏട്ടൻ ജോണിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ ജോണിൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്തായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ അയാളുടെ കണ്ണുകൾ എൻ്റെ ശരീരത്തിലായിരുന്നു തിരിച്ചറിയാൻ വൈകിപ്പോയി. പലതവണ അയാൾ എന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയെങ്കിലും ഞാൻ നിരസിച്ചു. കാരണം എൻ്റെ മനസ്സിൽ മുഴുവൻ ആദ്യേട്ടനായിരുന്നു. കുഞ്ഞുനാളിൽ എപ്പോഴോ മനസ്സിൽ പതിഞ്ഞതാ ആദ്യേട്ടൻ. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും ഞാനറിയാതെ എൻ്റെ ഉള്ളിൽ ആദ്യേട്ടനുള്ള ഇഷ്ടം വളർന്നുകൊണ്ടേയിരുന്നു. അത് ജീനയ്ക്കും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളും ജോണിനെതിരായിരുന്നു. ഒരു ദിവസം അയാൾ അവിടെ വെച്ച് എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അതോടെ എനിക്കവിടെ പോകാൻ തന്നെ ഭയമായിരുന്നു. +2 കഴിഞ്ഞ് ജീന ഇവിടെ അടുത്തൊരു കോളേജിലേക്ക് ചേർന്നു. ഞങ്ങൾ താമസിച്ചിരുന്ന അടുത്തുള്ള കോളേജിൽ. അങ്ങനെ അവളുടെ വീട്ടിലേക്കുള്ള യാത്രയും കുറഞ്ഞു. എന്നാൽ ജോൺ എന്നെ പലപ്പോഴും പിന്തുടരുന്നുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ അതും ഇല്ലാതായി. അങ്ങനെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ യാദൃശ്ചികമായിട്ടാണ് ജീന എന്നെ ഫോൺ വിളിക്കുന്നത്. ഞാൻ അത്യാവശ്യമായിട്ട് അവിടെ വീട് വരെ ഒന്ന് പോകണമെന്നാണ് അവൾ പറഞ്ഞത്. ജോണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. ചെറിയ ഭയത്തോടെയാണെങ്കിൽ ഞാൻ അവിടേക്ക് പോയി. കോളിംഗ് ബെല്ലടിച്ചിട്ട് അനക്കൊന്നില്ലാതായപ്പോഴാണ് ഞാൻ വാതിൽ തുറന്ന് അകത്ത് കയറിയത്. പെട്ടെന്ന് ആരോ ഡോർ ലോക്ക് ചെയ്തു. ജോണായിരുന്നു അത്. മദ്യലഹരിയിലായിരുന്ന അയാൾ എന്നെ ആക്രമിച്ചു. പെട്ടെന്ന് അയാളെ തള്ളിമാറ്റി വാതിൽ തുറന്നു. മുമ്പിൽ ജീനയായിരുന്നു. അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ അവൾ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൾ ജോണിനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും അയാളൊരു ഭാവമാറ്റവും ഉണ്ടാക്കിയില്ല. ഒരു ദിവസം അയാൾ വീട്ടിലേക്ക് വന്നു. ഞാൻ വാതിൽ തുറന്നില്ല. പക്ഷെ ഞാൻ കേൾക്കിയ ജനലിൻ്റെ അരികിൽ വന്ന് അയാൾ പറഞ്ഞത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. നിന്നെ എനിക്ക് വേണം. അതിനിടയിലേക്ക് ആര് കയറി വന്നാലും അവനെ കൊന്നിട്ടാലും ഞാൻ നിന്നെ സ്വന്തമാക്കും. പിന്നീട് മനസ്സാകെ നീറിപ്പോകുകയായിരുന്നു. അപ്പോഴച്ഛന് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ അയാളുടെ വാക്കുകളായിരുന്നു മനസ്സ് നിറയെ. ഞാൻ ആദ്യേട്ടനോട് അടുത്ത അയാൾ ആദ്യേട്ടനെ ഉപദ്രവിക്കുന്ന പേടിച്ചിട്ടാണ് അന്ന് ആദ്യേട്ടനെ ഞാൻ അവഗണിച്ച്.
അപ്പോൾ ആദ്യേട്ടനുണ്ടാകുന്ന വിഷമം കാണുമ്പോൾ നെഞ്ചി പെടയുമെങ്കിലും ഞാൻ കാരണം ആദ്യേട്ടനൊന്നും സംഭവിക്കരുതെന്ന് മാത്രം ഞാൻ ചിന്തിച്ചു. പക്ഷേ ഞാൻ അറിയാതെ തന്നെ ആദ്യേട്ടനോട് അടുത്ത് പോയി. പക്ഷെ എനിക്കിപ്പോഴും പേടിയാണ് അയാൾ ആദ്യേട്ടനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന്. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അത്രയും പറഞ്ഞ് മുഖം പൊത്തി കരയുന്ന അച്ചുവിനെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇത്രയും സ്നേഹം നിൻ്റെ ഉള്ളിലുണ്ടായിരുന്നിട്ടാണോ നീ എന്നെ നോക്കിയൊന്ന് ചിരിക്കുക പോലും ചെയ്യാതിരുന്ന്? അത് ഞാൻ അവളെ നോക്കി ചിരിച്ചു. ജോൺ എന്നല്ല, ആര് വന്നാലും ഞാനുണ്ടാവും എൻ്റെ അച്ചുവിൻ്റെ കൂടെ. നീ പേടിക്കാതിരിക്കടി പെണ്ണേ. നിറഞ്ഞ കണ്ണാലെ അവൾ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അതിരിക്കട്ടെ, ആ ജീവൻ ഏത് കോളേജിലാണ് പഠിച്ചത്? ദേവമാത കോളേജിൽ. എന്തേ, കാണാൻ സുന്ദരിയാണോ? എന്തിനാ അറിഞ്ഞിട്ട്? ചുമ്മാ. ഞാൻ കണ്ണിറിക്കാൻ ചിരിച്ചു. അങ്ങനെ ഇപ്പം അറിയണ്ട. ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. അതെ, പോവാം. അവൾ ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി. അവളെയും കൊണ്ട് ബൈക്കിൽ ഞാൻ പോകുമ്പോൾ ഞങ്ങളെ തന്നെ നോക്കി ജോൺ അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അച്ചുവിൻ്റെ വീടിന് മുമ്പിൽ ബൈക്ക് നിർത്തിയതും ഞാൻ അച്ചുവും ഞെട്ടി. അമ്മയും മുകുന്ദേട്ടനും മാളവും സുമതിയേച്ചും എല്ലാവരും പുറത്തു തന്നെ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു രണ്ടാളും ഇത്രയും നേരം? മുകുന്ദേട്ടനെ ആദ്യമായിട്ടായിരുന്നു ഞാൻ ഇത്ര ദേഷ്യത്തോടെ കാണുന്നു. നിന്നോട് ആരാടി ഇവന്റെ ബൈക്കിൽ കയറി വരാൻ പറഞ്ഞ്? അച്ചു അപ്പോഴും തലതാഴ്ത്തി നിൽക്കുകയായിരുന്നു. അച്ചു, നിന്നോടാ ഞാൻ ചോദിച്ചത്. അച്ഛൻ, ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടാ മുന്നേട്ടാ അവൾ ബൈക്കിൽ എൻ്റെ ഒപ്പം വന്ന്. ഞാൻ അവരുടെ ഇടയിൽ കയറി പറഞ്ഞു. നീ എന്തിനാടാ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞ്? അതിന് മാത്രം നിങ്ങൾ തമ്മിൽ എന്താടാ ബന്ധം? അത് ബാക്കി പറയടാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ മുകുന്ദേട്ടനും അമ്മയും ആളും എല്ലാം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്ത്. ഇത്രയും പേടിപ്പിച്ചത് മതിയോ മോളെ? മുകുന്ദേട്ടൻ മാളുവിനെ നോക്കി പറഞ്ഞു. മതി മുകുന്ദേട്ട, ഇപ്പൊ തന്നെ രണ്ടാളും ഞെട്ടി നിൽക്കുക. അപ്പൊ ഈ കുട്ടി പിശാചൊപ്പിച്ച പണിയാണിതല്ലേ? നിനക്കിട്ട് ഞാൻ തരാടി. ഞാൻ മനസ്സിലോർത്ത്. അല്ല മോനെ, നിനക്ക് ഞങ്ങളോട് നേരത്തെ പറയായിരുന്നില്ലേ? നിന്റെ അമ്മ പറഞ്ഞപ്പോഴാ ഞാനിതൊക്കെ അറിയുന്നത്. ഞാൻ മുകുന്ദേട്ടനെ നോക്കി ചിരിച്ചു. എല്ലാവരും അകത്തേക്ക് ഇരിക്കേ. ഞങ്ങളെല്ലാവരും അകത്തേക്ക് കയറി. ഞാനും അമ്മയും ആളും മുകുന്ദേട്ടനും ഹാളിലിരുന്നു. അച്ഛവും സുമതി ചേച്ചി അകത്തേക്ക് പോയി. ആദി, നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? ഇല്ല മുകുന്ദേട്ടാ. നീയും അച്ചു ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. നിന്നെ ചെറുപ്പം തൊട്ടേ ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അച്ചുവിനെ നിന്റെ കയ്യിലേൽപ്പിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇത് പറയാനാ ഞാൻ നിന്നെ വിളിപ്പിച്ചത്. അറിയാതെ എൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അപ്പോഴേക്കും അച്ചു ഒരു ട്രേയിൽ ചായയുമായി അങ്ങോട്ട് വന്നു. ചായ ഞങ്ങളുടെ മുന്നിൽ വെച്ച് അവൾ അങ്ങോട്ട് മാറി നിന്നു. അപ്പോൾ നാണം കലർന്നൊരു പുഞ്ചിരി അവളുടെ മുഖത്തുണ്ടായിരുന്നു. ഏട്ടാ, നിങ്ങളെന്നും കാണുന്നവരാണെങ്കിലും ഇത് നിങ്ങളുടെ ഒഫീഷ്യൽ പെണ്ണുകാണലാണ് കേട്ടോ. ഞാൻ അപ്പോഴും അച്ചുവിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. മോന് അവളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാൻ കേട്ടോ. മുകുന്ദേട്ടൻ പറഞ്ഞു കേട്ട് പതിയെ ഞാൻ സോഫയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോകുമ്പോഴാണ് മാളു എന്തോ പറയാൻ വരുന്നത്. അതെന്തിനാ മുകുന്ദേട്ടാ, ഇവരിപ്പോൾ കൂടി സംസാരിച്ചിട്ടല്ലേ വന്ന്? അത്രയും പറഞ്ഞ് മാളു എന്നെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി ദുഷ്ടേ. ഞാൻ മനസ്സിൽ പിറുവിരുത്തുകൊണ്ട് മാളുവിനെ രൂക്ഷമായി നോക്കി. എന്നാ പിന്നെ നമുക്കിതങ്ങ് ഉറപ്പിക്കാം. അതേ മുകുന്ദ, അമ്മയും പറഞ്ഞു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും പുറത്തുനിന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ വീടിൻ്റെ പുറകുവശത്തിലൂടെ വീടിൻ്റെ അകത്ത് കയറി. അച്ചവളുടെ മുറിയിലുണ്ടായിരുന്നു. ഞാൻ പതിയെ ചെന്ന് അവിടെ അരയിലൂടെ വട്ടം പിടിച്ച്. അയ്യോ, വീട്ടാദ്യട്ടോ ആരെങ്കിലും കാണും. ഇനി ആര് കണ്ടാലും തടി വണ്ണേ, നീ എൻ്റെ തന്നെയല്ലേ? അതിന് കല്യാണം കഴിഞ്ഞില്ലല്ലോ. പണ്ട് ഞാൻ മനസ്സിലുറപ്പിച്ച നീ എൻ്റേതാണെന്ന്. എന്നാലും ഇത്ര പെട്ടെന്ന് നടക്കുന്ന ഞാൻ കരുതിയില്ല കേട്ടോ. ഞാനും അച്ഛൻ ദേഷ്യപ്പെട്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയി. ശരിയാ, പിന്നെ എനിക്കൊരു കാര്യം വേണം. എന്ത് കാര്യം? അതേ, ഞാൻ അവളെ എന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ അധരങ്ങളാൽ അവിടെ അതിരത്തെ നുകരാൻ ശ്രമിക്കുമ്പോഴാണ് വാതിൽ തള്ളി തുറന്ന മാളും അങ്ങോട്ട് വന്നത്. അയ്യേ, ഞാനിത് അമ്മയോട് പറയും. അപ്പോഴേക്കും അച്ചുവിനിൽ നടന്നു മാറിയിരുന്നു. എന്തു പറയുന്നു? ഞാൻ കണ്ടു. എന്ത് കണ്ടു എന്നാ? ഒന്ന് പോടി. അമ്മേ, ഈ ഏട്ടൻ! അവൾ ഉറക്കെ വിളിച്ചു പോകാൻ തുടങ്ങിയതും ഞാൻ അവിടെ വായ പൊത്തിപ്പിടിച്ചു. എൻ്റെ മാളൂട്ടിയല്ലേ, നീ ഇതാരോടും പറയല്ലേ. നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം. ശരി. ഞാനും ആളും അച്ഛനും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അമ്മ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടത്. നീ ഇതെവിടെ പോയതാടാ? ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ. ഇങ്ങനെയാണെങ്കിൽ എൻ്റെ മോൻ ഒരുപാട് വെള്ളം കുടിക്കും. ഞാനൊരു ചമ്മിയ ചിരിയും പാസാക്കി നിൽക്കുമ്പോൾ മാളു എന്നെ നോക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു.
പിന്നീടുള്ള ദിവസങ്ങൾ എൻ്റെ അച്ചുവിൻ്റെയും വിവാഹ നിശ്ചയത്തിനുള്ള കാത്തിരിപ്പായിരുന്നു. നാളെയാണ് ആ ദിവസം. രാവിലെ മൊബൈൽ റിംഗ് ചെയ്യുന്ന കേട്ടിട്ടാണ് ഞാൻ കണ്ണു തുറന്ന്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ മുകുന്ദേട്ടനും തെളിഞ്ഞതും ഞാൻ ഫോൺ എടുത്തു. ഹലോ, എന്താ മുകുന്ദേട്ടാ? മോനെ ആദി. മുകുന്ദേട്ടൻ്റെ ശബ്ദത്തിലെ പരിഭ്രമം എൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലാക്കി. ആദി, നീ വേഗം പുറത്തേക്ക് വാ. ഞാൻ വേഗം പുറത്തേക്ക് ചെന്നു. മുകുന്ദേട്ടൻ എന്നെയും കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്താ മുകുന്ദേട്ടാ, എന്താ കാര്യം? മോനെ അച്ചു. എന്താ മുകുന്ദേട്ടാ, അച്ചുവിനെന്താ പറ്റി? രാവിലെ അമ്പലത്തിലേക്ക് തൊഴാനാണെന്ന് പറഞ്ഞിറങ്ങിയത് അവള്. സമയം ഇത്രയായിട്ടും വന്നിട്ടില്ല. എനിക്കെന്തോ പേടിയാവുന്നു മോനെ. മുകുന്ദേട്ടൻ എന്തിനാ പേടിക്കുന്നത്? ചിലപ്പോൾ വഴിപാടിന് കൊടുത്തിട്ട് പ്രസാദം വാങ്ങാൻ നിൽക്കുന്നുണ്ടാവും. എന്നാലും ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം. മുകുന്ദേട്ടനോട് അത്രയും പറഞ്ഞ് വീട്ടിലേക്ക് നടക്കുമ്പോൾ നെഞ്ച് പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു. അച്ചു, അവൾ എവിടെ പോകാനാണ്? എന്ത് ചെയ്യണമെന്നറിയാതെ ബൈക്കിൽ ഞാൻ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. എന്നാൽ നിരാശയായിരുന്നു ഫലം. അവൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നേരത്തെ തന്നെ പോയി എന്നാണ് തിരുമേനി പറഞ്ഞത്. ഞാൻ ഫോൺ ചെയ്ത് എൻ്റെ അടുത്ത കൂട്ടുകാരേക്ക് വിവരം അറിയിച്ചു. ഞാൻ അറിയാവുന്ന വഴിയിലൂടെയൊക്കെ പോയി നോക്കിയെങ്കിലും അവളെ കണ്ടെത്താനായില്ല. കണ്ണടക്കുമ്പോൾ അവളുടെ മുഖമായിരുന്നു മനസ്സ് നിറയെ. എങ്ങോട്ടെന്നില്ലാതെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. ഹലോ, എടാ ആദി, ഇത് ഞാനാ, അമൽ. എടാ എന്തായി? അച്ചുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അത് പറയാൻ ഞാൻ വിളിച്ചത്. അച്ചു റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന കണ്ടുവന്ന്. ആരാ കണ്ട്? എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അത് അവൾ തന്നെയാണെന്ന് അവൻ പറയുന്നു. നീ ഒന്ന് അവിടെ വരെ പോയി നോക്ക്. ശരിയടാ. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ബൈക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. വണ്ടി പുറത്ത് പാർക്ക് ചെയ്ത് ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് ഓടിക്കയറി. അപ്പോഴാണ് കുറച്ച് ദൂരെയായി ഒരു ഒഴിഞ്ഞ ബെഞ്ചിൽ അച്ചു ഇരിക്കുന്നത് കണ്ട് ഞാൻ ഓടി അവൾക്കരികിലെത്തി. അച്ചു. അവളൊന്നും മിണ്ടിയില്ല. നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? നിന്നെ എവിടേക്ക് തിരഞ്ഞു എന്നറിയോ? പിന്നെ അവൾ അത് കേൾക്കാത്ത രീതിയിൽ ഇരുന്നു. അച്ചു, ഞാൻ നിന്നോടാ ചോദിക്കുന്നത്, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ പോവാ. എങ്ങോട്ട്? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. അച്ചു, നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊരാളെ ഇഷ്ടമോ? ഞാൻ അയാളുടെ ഒപ്പം പോവാ. നിങ്ങൾ തിരിച്ചു പോകണം. അപ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഒപ്പം കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആരുമല്ലായിരുന്നു. നാളെ നമ്മുടെ വിവാഹ നിശ്ചയ. ഇത്രയും നാൾ നമ്മൾ കണ്ട സ്വപ്നങ്ങളെല്ലാം വെറുതെ ആയിരുന്നു. പ്ലീസ് എന്നോടൊന്ന് ചോദിക്കരുത്. അവൾ കണ്ണുകൾ ഇറുകിയടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാം നീ ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. അവനെ പേടിച്ചിട്ടല്ലേ? അവനെന്നെ കൊല്ലുമെന്ന് ഭയന്നിട്ടല്ലേ? പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ഇഷ്ടമില്ലാതെ ഒരുത്തനും നിന്റെ ദേഹത്ത് തൊടില്ല. അവളുടെ കണ്ണുകളിൽ അപ്പോഴൊരു തിളക്കം ഞാൻ കണ്ടു. അപ്പോഴേക്കും ജോണിന്റെ മുമ്പിലേക്ക് വന്നു. നീയായിട്ട് ഒഴിഞ്ഞു പോകുന്നുണ്ടെ പോട്ടേന്ന് കരുതിയിട്ടാ ഞാൻ മാറി നിന്ന്. പക്ഷെ എന്തു ചെയ്യാനാ? എൻ്റെ കൈ കൊണ്ട് തീരാനാ നിന്റെ വിധി. എൻ്റെ ആദ്യമായിട്ടൊന്നും ചെയ്യരുത്. നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്തില്ലേ. എൻ്റെ ആദ്യമായിട്ട് വെറുതെ വിട്ടേക്കണം. അല്ലെങ്കിൽ നിനക്ക് എൻ്റെ ശവമാരി കിട്ടുന്നത്. ആദ്യമായിട്ട പ്ലീസ് ഒന്ന് ഇവിടുന്ന് പോകും. ചങ്ക് പറിച്ച് സ്നേഹിച്ച പെണ്ണിനൊരു ആപത്ത് വരുമ്പോ സ്വന്തം ജീവൻ നോക്കി പോകുന്നവനൊരാണല്ല, മറിച്ച് സ്വന്തം ജീവൻ കൊടുത്ത് അവളെ സംരക്ഷിക്കുന്നവനാണ്. ഞാനുള്ളപ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല. രണ്ടാളും അഗാധമായ പ്രണയത്തിനാണല്ലേ. ജോണൊന്ന് പൂച്ചി ചിരിച്ചു. ഇവളോട് ഞാൻ പണ്ടേ പറഞ്ഞതാ, ഒരിക്കൽ മാത്രം മതി എനിക്ക് ഇവളെയെന്ന്. അതിനുശേഷം ഒരു ശല്യമായിട്ട് ഞാൻ വരില്ലെന്ന്. അപ്പൊ അവള് വലിയ അഭിമാനി. ഇപ്പോഴോ? അയാൾ ഉറക്കെ ചിരിച്ചതും ഞാൻ അയാളുടെ നെഞ്ചത്ത് ആഞ്ഞു ചവിട്ടി. അവൻ തെറിച്ച് വീണു. എടാ! അയാൾ അലറിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. എൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. വീട് എൻ്റെ ആദ്യമായിട്ട് ഒന്നും ചെയ്യല്ലേ. അച്ഛ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഒരു വിധത്തിൽ അയാളെ തള്ളി മാറ്റി. എൻ്റെ അരിയിലേക്ക് വീണ്ടും ഓടിയെത്തിയ അയാളുടെ മുഖത്ത് ഞാൻ ആഞ്ഞടിച്ചു. നിലത്ത് വീണ് കിടന്ന അയാളെ ഞാൻ ചവിട്ടി തെറിപ്പിച്ചു. എന്നിട്ട് അച്ചുവിനെ പ്ലാറ്റ്ഫോമിൽ നിന്ന് റെയിൽ പാളത്തിലേക്ക് ഇറക്കി. ഞങ്ങൾ റെയിൽ പാളത്തിലൂടെ ഓടി. ദൂരെ നിന്നും തീവണ്ടിയുടെ ശബ്ദം അപ്പോൾ അടുത്തടുത്ത് വരുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ് ജോൺ റെയിൽ പാളത്തിലേക്ക് ചാടിയതും ദൂരെ നിന്ന് പാഞ്ഞു വന്ന തീവണ്ടി ആളെ ഇടിച്ചു തെറിപ്പിച്ചതും ഒരുമിച്ചായിരുന്നു. അച്ഛാ, നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? അച്ഛൻ മോളോട് പറഞ്ഞിട്ടില്ലേ അച്ഛൻ്റെ ഒരു കളിക്കൂട്ടുകാരെ കുറിച്ച്? അവളുടെ വീട്ടിലേക്കാ. ആ, മോൾക്കറിയാം. വെള്ളാരം കണ്ടുള്ള അച്ചുവല്ലേ? ആ, അത് തന്നെ. കുറച്ച് കഴിഞ്ഞ് ഞാൻ കാർ ഒരു വീടിന് മുമ്പിലായി നിന്നു. അച്ഛാ, അച്ഛൻ്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞിട്ട് ഇത് അമ്മയുടെ വീടല്ലേ? ആമി മോൾ കിണുങ്ങിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ കളിക്കൂട്ടുകാരി ആരാണെന്ന് അറിയാം മോൾക്ക്? ആരാ അച്ഛാ? ദേ ഈ ഇരിക്കുന്ന ആളാ. എൻ്റെ തൊട്ടപ്പുറത്തായിരിക്കുന്ന അച്ചുവിനെ ചൂണ്ടി ഞാൻ പറഞ്ഞു. ആര്? അമ്മയോ? അതേലോ, ഇതാ എൻ്റെ അച്ചു. ദേ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. മോൾ അങ്ങോട്ട് ചെല്ല്. മോൾ ഡോർ തുറന്ന് പുറത്തിറങ്ങിയതും ഞാൻ അച്ചുവിനെ നോക്കി. അപ്പോഴും ആ വെള്ളാരം കണ്ണുകൾ എൻ്റെ മുഖത്ത് തന്നെയായിരുന്നു.
ഇതൊക്കെ മോളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ? പിന്നില്ലാതെ. അവളും അറിയട്ടെ പെണ്ണെ നമ്മുടെ പ്രണയം. അച്ഛൻ്റെയും അമ്മയുടെയും കളങ്കമില്ലാത്ത സ്നേഹം കണ്ട് അവൾ വളരട്ടെ എന്ന്. അത്രയും പറഞ്ഞ് ഞാൻ അച്ചുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു.